യഥാർത്ഥത്തിൽ ചില മാധ്യമങ്ങൾ വന്ന വാർത്ത, അതായത് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ചോദിച്ചു, അദ്ദേഹത്തിന് മറ്റ് വകുപ്പുകൾ നൽകി അദ്ദേഹവുമായി ഉള്ള തർക്കങ്ങൾ ഇന്ന് തന്നെ തീർക്കുമെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചു. എന്നാൽ രമേശ് ചെന്നിത്തല ഈ വാർത്ത നിശ്ചയിച്ചു. താൻ ആരോടും ആഭ്യന്തര വകുപ്പ് ചോദിച്ചിട്ടെന്നും തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മാന്യമായ അക്കോമഡേഷൻ ലഭിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നും അസന്നിഗ്ധമായി രമേശ് ചെന്നിത്തല പ്രഖ്യാപിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം വി ദിലീപ് കുമാർ തത്സമയം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ് കുമാർ, നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരം എന്താണ്? SKN ഇപ്പോഴും രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. കോൺഗ്രസ് നേതൃത്വം രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള തീവ്ര ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല ആകട്ടെ VD സതീശൻ മന്ത്രിസഭയിലേക്കില്ല എന്ന നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇനി വരും മണിക്കൂറുകൾ ഏതെങ്കിലും തരത്തിലുള്ള മനംമാറ്റം അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. ഏറ്റവും ഒടുവിലും രമേശ് ചെന്നിത്തലയുടെ നിലപാട് താൻ ഈ മന്ത്രിസഭയിലേക്കില്ല എന്നാണ്. അതേസമയം അദ്ദേഹവുമായി ഇന്നലെ നിരവധി കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചിരുന്നു. അവരോടൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്ന് സുപ്രധാനമായ വകുപ്പ് വേണം എന്നതാണ്. ആഭ്യന്തര വകുപ്പ് വേണം എന്ന നിലപാടിൽ ഇപ്പോഴും രമേശ് ചെന്നിത്തല ഉറച്ചു നിൽക്കുകയാണ്. മറ്റൊന്ന്, തനിക്കൊപ്പമുള്ളവരെ ഈ മന്ത്രിസഭയിൽ പരിഗണിക്കണമെന്നതാണ്. പ്രധാനമായും ആലുവയിൽ നിന്ന് തുടർച്ചയായി വിജയിച്ച അൻവർ സാദത്തിന് മന്ത്രിസഭയിൽ ഇടം നൽകണം എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. അതോടൊപ്പം തന്നെ KPCCയുടെ അധ്യക്ഷനായി ജോസഫ് വാഴക്കൻ വരണം എന്ന നിലപാടും രമേശ് ചെന്നിത്തല സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൽ ഇപ്പോഴും രമേശ് ചെന്നിത്തല ഉറച്ചു നിൽക്കുകയാണ്. ഇന്നിപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം വീണ്ടും രമേശ് ചെന്നിത്തലയെ കാണും എന്നാണ് അറിയുന്നത്. അത് മാത്രമല്ല, ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹം നേരെ പോയത് രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്കായിരുന്നു. ഇരുവരും വിശദമായ ചർച്ച നടത്തുകയും ചെയ്തു. ഇന്നിനി ഇപ്പോൾ വരാൻ പോകുന്ന മണിക്കൂറുകളിൽ എന്തായിരിക്കും ഈ ചർച്ചയുടെ ഫലം എന്നത് അറിഞ്ഞിട്ടായിരിക്കും ഇക്കാര്യത്തിലൊക്കെ ഒരു അന്തിമ നിലപാടെടുക്കുക. ഏതായാലും ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ മന്ത്രിസഭയിലേക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തന്നെ നേരിട്ടിറങ്ങാൻ പോകുന്നു എന്ന സവിശേഷത കൂടിയുണ്ട്. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. ആഭ്യന്തര വകുപ്പിന് വേണ്ടി താനൊരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വളരെ ഖിന്നനായി കാണപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മന്ത്രിസഭയിൽ അർഹമായ പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാനായിരിക്കും അതിൻ്റെ തീരുമാനമെന്ന് കൂടി രമേശ് ചെന്നിത്തല അറിയിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.